പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമം നല്ല പരിശുദ്ധ പകൽക്കാലം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവജനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു വന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ കത്തിലൂടെയും ഫോൺ സന്ദേശങ്ങളിലൂടെയും ഇമെയിലൂടെയൊക്കെ ഞങ്ങൾക്ക് അറിയുവാനിടയായ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിനെ പലരും പല നിലകളിൽ സഹായിപ്പാൻ ഇവിടെയാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക ദൈവമക്കൾ, ഗൾഫിൻ്റെ പലയിടങ്ങളിൽ നിന്നും, അമേരിക്ക, ഇസ്രായേൽ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നീ പല മണ്ഡലങ്ങളിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിച്ച് ഈ പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലും അതേ സമാധാനങ്ങളും സന്തോഷമൊക്കെ നൽകി എന്നറിയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിശ്ചയമായും ഇന്ന് പകൽക്കാലത്ത് ദൈവ കേൾവിയും നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരും, വലിയ വിടുതലായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എപ്പിസോഡ് നിങ്ങൾക്ക് മുൻപോട്ട് അതെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ദൈവിക വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നവർ നിന്റെ ദയവായി വളരെയധികം ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾ ഇതിൻ്റെ പിൻപിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ദൈവവേലയെ സ്നേഹിക്കുവാൻ താല്പര്യമുള്ളവർ, ദൈവവേലയെ അതേ മാനിക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നന്മകൾ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകി ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ അത് ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, വിശേഷാൽ ഈ എപ്പിസോഡുകൾ ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്ത പ്രിയ നോബിൾ സാറിനെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ തൻ്റെ എല്ലാ ജോലി മേഖലയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ, ചില പ്രതികൂലങ്ങളെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. നിന്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ, ചില പൈശാചിക മണ്ഡലങ്ങളെ, നിന്റെ ഭാവി മണ്ഡലങ്ങളെ, അതേ പോരാടി നിൽക്കുന്ന, നിന്നെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ നിനക്കെതിരായി നിൽക്കുന്ന ചില പ്രതികൂല ശക്തിമേൽ ഇന്ന് പകൽക്കാലം ദൈവം ജയം തരുവാൻ പോകുക. ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങുവാൻ പോകുകയാണ്. നിന്റെ ഭാവിയെ എതിർത്തുകൊണ്ട് നിന്നെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം നിനക്കെതിരായി നിൽക്കുന്ന ചില പ്രതികൂല ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ പോകുക. സഹോദര വിശ്വസിക്കുക, മാതാവ് വിശ്വസിക്കുക. നീ ആഗ്രഹിച്ചിട്ടും, നീ എത്ര പരിശ്രമിച്ചിട്ടും, നീ എത്ര പ്രതീക്ഷിച്ചിട്ടും, നീ എത്ര അധ്വാനിച്ചിട്ടും നീ ആകേണ്ട സ്ഥാനത്തേക്ക്, നീ എത്തേണ്ട സ്ഥാനത്തേക്ക് നിനക്ക് എത്തപ്പെടുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിത മണ്ഡലങ്ങളെ തടഞ്ഞുകൊണ്ട് നിനക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ചില പ്രതികൂല ശക്തികൾ ഇന്ന് പലക്കാലം നിന്റെ മുൻപിൽ നിന്ന് വഴിമാറുവാൻ പോകുക. ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ദിവ്യ സാന്നിധ്യം ഇന്ന് പലക്കാലം നിന്റെ ഭവനത്തിനുള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പലക്കാലം സർവശക്തൻ എഴുന്നള്ളി വന്നിരിക്കുകയാ. നീ മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവിടെ ഭാരപ്പെട്ടുകൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയുവാൻ കഴിയാതെ നിന്റെ സകല പ്രതീക്ഷകളെയും അതെ തകിടം മറിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പലക്കാലം യേശുവിൻ നാമത്തിൽ വഴിമാറുവാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതേ സഹോദര, അതേ മാതാവേ, കർത്തൃദാസ, ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്യാൻ പോകുകയാണ്. പരാജയപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ, വലിയ പ്രത്യാശയോടുകൂടെ, വലിയ സ്വപ്നത്തോടുകൂടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാൽപാദം വെച്ചിട്ട് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇന്ന് പലക്കാലം നിന്റെ ജീവിതത്തിൽ എല്ലാ വഴികളും അടയപ്പെട്ട അനുഭവത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ സഹോദര, ഇന്ന് പലക്കാലം നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന പകലാണ്. ഇതോ നിന്നോടാ സഹോദരി, നിന്നോടാ മാതാവേ, നിന്നോടാ വിശ്വസിക്കുന്ന നിന്നോടാ ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ പോകുക. വിശ്വസിക്ക.
യേശുവിൻ നാമത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. ഇന്ന് പോലെക്കാലം ദൈവത്തിന്റെ പ്രവർത്തന ഭവനത്തിൽ വെളിപ്പെടുവാൻ പോകുക, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുക, നിന്റെ തലമുറയിൽ വെളിപ്പെടുവാൻ പോകുക, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങൾ വെളിപ്പെടുവാൻ പോകുക, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങൾ വെളിപ്പെടുവാൻ പോകുക. നാളുകളിൽ നീ പ്രതീക്ഷിക്കപ്പെടാത്ത ചില മണ്ഡലങ്ങളിലേക്ക്, ചില മേഖലകളിലേക്ക് നിന്റെ വഴികളെ ദൈവം പ്രൈസ് ദി ലോർഡ് അതെ തിരിക്കുവാൻ പോകുക. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിന്റെ വേദഭാഗം വായിക്കാം. അത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കായികമായ എല്ലാ ശക്തിയും ഉപയോഗിച്ച്, നിന്റെ എല്ലാ ബലവും ഉപയോഗിച്ച്, നിന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച്, നിന്റെ സാമ്പത്തിക നന്മയെല്ലാം ഉപയോഗിച്ച്, നീ അധ്വാനിച്ചിട്ട്, നീ പ്രയത്നിച്ചിട്ട്, നീ പ്രവർത്തിച്ചിട്ട് ഗ്ലോറി അതിന്റെ നന്മ അത് നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ചില യോർദാൻ എന്ന് പാലിക്കല മാതാവേ, പ്രിയ സഹോദര, അത് വഴിമാറി പോകുവാൻ പോകുക. യെസ്, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, വലിയ പ്രത്യാശയോടുകൂടെ നിന്റെ കായികമായ എല്ലാ ശേഷികളും, നിന്റെ അധ്വാനത്തിന്റെ എല്ലാ അതേ നന്മകളും, നിന്റെ ഭൗതികമായ എല്ലാ അനുഭവങ്ങളും നീ ചിലവഴിച്ചിട്ടും നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് നിനക്ക് എത്തപ്പെടുവാൻ കഴിയാതെ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ ഹല്ലല് വഴികളെ നിനക്ക് ഹല്ലല് എത്തിക്കുവാൻ കഴിയാതെ, നിന്റെ തലമുറ വഴികളെ, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളെ, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, ഗ്ലോറി ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികൾക്കും എതിരായി നിൽക്കുന്ന ചില പ്രതികൂല ശക്തികൾ ഇന്ന് പോലെക്കാലം വഴിമാറുവാൻ പോകുക. വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം വലിയ പ്രതീക്ഷയോടുകൂടെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നീണ്ട 430 വർഷത്തെ കിരാതമായ അടിമത്തത്തിൽ നിന്ന്, ദണ്ഡനങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് വാഗ്ദത്ത നാടായ കനാനിലെ ദൈവിക നന്മകളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവിക നന്മകളെ വാഞ്ചിച്ചുകൊണ്ട്, വലിയ സ്വപ്നത്തോടുകൂടെ, വലിയ പ്രതീക്ഷയോടുകൂടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിനെ അതേ ഹല്ലേലൂയ പിളർന്ന് മറുകരയെത്തി തങ്ങൾക്ക് പ്രതികൂലമായി നിന്ന്, പ്രതിയോഗിയായി നിന്ന് ഫറവോനികവന്റെ സകല ശക്തിയെയും ചെങ്കടലിൽ അതേ മുക്കിക്കളഞ്ഞ് ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരും, നിങ്ങളുടെ കൊള്ളകൾ പങ്കിടുമെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്റെ ജനത്തിനെതിരെ പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് വാഗ്ദത്ത നാടായ കനാന്റെ നന്മ അനുഭവിപ്പാൻ പ്രതീക്ഷയോടുകൂടെ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിനിതാ തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിഘാതം വരുത്തിക്കൊണ്ട്, തന്റെ സ്വപ്നങ്ങൾക്ക് വിഘാതം വരുത്തിക്കൊണ്ട്, അതിനെ സമൂലീകരിക്കുവാൻ കഴിയാതെ ഇതാ യോർദാൻ എന്ന് പറയുന്ന ഇളകി മറിയുന്ന കരകവിഞ്ഞൊഴുകുന്ന ശക്തമായി അവർക്കെതിരെ നിൽക്കുകയാണ്. ഇന്ന് വാലിക്കാലം വലിയ പ്രതീക്ഷയോടുകൂടെ ഹല്ലേലൂയ അതേ മറുകരയിലേക്ക്, അന്യനാട്ടിലേക്ക്, വിദേശത്തേക്ക് ഭാവിയെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ, തലമുറകളെ ഒരു നല്ല നിലയിലാക്കുവാൻ, ഒരു നല്ല ഭവനം ചമയുവാൻ, ഒരു നല്ല ബിസിനസ് ആരംഭിക്കുവാൻ, ഒരു നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ അതേ സ്വപ്നം കണ്ടുകൊണ്ട് അതേ ഇറങ്ങി പുറപ്പെട്ട് അതേ നിരാശയോടുകൂടി ആയിരിക്കുന്ന ദൈവവൈദ്യലേ, ഇന്ന് പോലും നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, നിന്റെ ജോലി മേഖലകളിൽ, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ, നിന്റെ ശുശ്രൂഷ മേഖലകളിൽ, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്റെ പ്രതീക്ഷക്കൊത്തവണ്ണം ഉയരുവാൻ കഴിയാതെ നിന്റെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട്
ഗ്ലോറി, ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവവിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുക. വിശ്വസിക്ക. നിൽക്കുന്ന യോർദാൻ കൊയ്ത്ത് കാലമൊക്കെ ആകുമ്പോഴേക്കും അതെ ഹല്ലേലൂയ കരകവിഞ്ഞൊഴുകുന്ന, കലങ്ങി മറിയുന്ന, ഇളകി മറിയുന്ന യോർദാൻ ഗ്ലോറി നിന്റെ മുൻപിൽ ഹുങ്കാര പ്രതാപത്തോടു കൂടെ നിന്നെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ കരകവിഞ്ഞൊഴുകുന്ന, ഇളകി മറിയുന്ന, കലങ്ങി മറിയുന്ന യോർദാൻ കരകടക്കുവാൻ കഴിയാതെ, കരകാണുവാൻ കഴിയാതെ ഇളകി മറിയുന്ന ഹല്ലേലൂയ ശക്തമായ നിന്റെ മുൻപിൽ അതെ ഹല്ലേലൂയ അത് ഉയർന്നു വരുന്ന ചില തിരമാലകളെ, ചില കൊടുങ്കാറ്റുകളെ, ചില പ്രതികൂലങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം മാറ്റുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നന്മ കാണിക്കുവാൻ കഴിയാതെ, നന്മ പ്രാപിപ്പാൻ കഴിയാതെ പ്രിയ സഹോദര, എത്രയോ പ്രാവശ്യം നന്മയുടെ അതേ വക്കത്ത് വരെ നീ എത്തിയതാ. ചില പ്രതീക്ഷകൾ അതേ സ്തോത്രം എത്രയോ പ്രാവശ്യം നിനക്കുണ്ടായിരുന്നു. അതെല്ലാം തകിടം പറഞ്ഞ അവസ്ഥയിലല്ലേ? അതെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലല്ലേ? അതെല്ലാം അന്യാധീനപ്പെട്ട അവസ്ഥയിലല്ലേ? നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് നിനക്ക് എത്തപ്പെടുവാൻ കഴിയാതെ കടഭാരങ്ങളാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രമോഷൻ ലഭിക്കാതെ വണ്ണം സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങളെ അതേ ഭാവി നീ ആഗ്രഹിക്കുന്ന നിലയിൽ ആകുവാൻ കഴിയാതെ വണ്ണം നീ എത്ര ശ്രമിച്ചിട്ടും, നീ എത്ര അധ്വാനിച്ചിട്ടും, നീ എത്ര ഹല്ലേലൂയ അതേ പ്രവർത്തിച്ചിട്ടും നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ തളർന്ന് ക്ഷീണിച്ച് പരാജയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ മുങ്ങിയപ്പോൾ, യോർദാനിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ഹല്ലേലൂയ യോർദാനിൽ മുങ്ങി. സ്തോത്രം. ഇളകി മറിയുന്ന, കരകവിഞ്ഞൊഴുകുന്ന സ്തോത്രം യോർദാനിലേക്ക് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ കാൽ അതെ ഹല്ലേലൂയ ഉറച്ച് അതെ നിന്നപ്പോൾ കാല് മുങ്ങി. അവിടെ ഉറച്ച് കാൽപാദം ചവിട്ടിയപ്പോൾ വെള്ളത്തിന്റെ മേലൊഴുക്ക് അതെ നിന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ, അഭിഷിക്തന്മാരുടെ ദൈവിക ആലോചനയാൽ ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ ശബ്ദം, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ഇന്ന് പകൽക്കാലം നീ കേൾക്കുന്ന ദൈവിക വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നപ്പോൾ ഇന്ന് പകൽക്കാലം നീ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നിന്റെ മുൻപിൽ നിന്നെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ, നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങൾ നന്മ പ്രാപിപ്പാൻ കഴിയാതെ, ഒരു ജീവിത വിജയത്തിലെത്തുവാൻ കഴിയാതെ അത് നിനക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ചില പ്രതികൂല ശക്തികൾ ഇന്ന് പകൽക്കാലം വഴിമാറുവാൻ പോകുകയാണ്. നീ എന്തു ചെയ്യണം? ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പിന്നെയും നമുക്ക് കടന്നു വരാം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരുടെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. നോക്കണം. ദൈവത്തിന് സ്തോത്രം. യോശുവ പറയുക, ഭാരപ്പെടേണ്ട, കരകവിഞ്ഞൊഴുകുന്ന, നിങ്ങളുടെ നന്മയെ കെടുത്തിക്കളയുന്ന, നന്മ അനുഭവിപ്പിക്കുവാൻ കഴിയാതെ നിങ്ങളുടെ നന്മയെല്ലാം മുക്കിക്കളയുന്ന ഈ യോർദാൻ ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ വഴി മാറണമെങ്കിൽ സ്തോത്രം ഇതാ നോക്ക്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയും ദൈവവചനവുമായി അതേ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് പകൽക്കാലം എഴുന്നള്ളി വന്നിരിക്കുന്ന അതേ ദൈവിക സന്ദേശത്തിന്റെ അതേ മുൻപാകെ ഇന്ന് പകൽക്കാലം നീ അത് കേൾക്കുവാൻ, നീ അത് വിശ്വസിക്കുവാൻ, നീ അത് അംഗീകരിക്കുവാൻ തയ്യാറായാൽ നീ എന്ത് ചെയ്യണം? നിന്റെ സ്ഥലം വിട്ട്, ഇപ്പോൾ നീ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അനുഭവങ്ങളെയും വിട്ട്, ആ സാഹചര്യങ്ങളെ വിട്ട്, ആ അവസ്ഥകളെ വിട്ട്, ആ മണ്ഡലങ്ങൾ വിട്ട്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്റെ പഴയ അനുഭവങ്ങളെല്ലാം നീ ഒന്ന് വിട്ട, നിന്റെ പഴയ സാഹചര്യങ്ങളെല്ലാം വിട്ട, ഒരുപക്ഷെ നിനക്ക് വിടുവാൻ കഴിയാത്ത അതേ അവസ്ഥയിലായിരിക്കാം ഇന്ന് പകൽക്കാലം. എന്നാൽ സഹോദര, ദൈവത്തിന്റെ വിടുതൽ നിനക്ക് വേണമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നന്മ നീ അനുഭവിക്കണമോ? നാളുകളായി നിന്റെ നന്മ അനുഭവിപ്പിക്കാതെ നിന്റെ നന്മയെ മുഴുവനും മുടിച്ചു കളഞ്ഞ്, നിന്റെ തലമുറയെ മുഴുവൻ തകർത്ത് കളഞ്ഞ്, നിന്റെ രോഗത്താൽ ഹല്ലേലൂയ അതേ രോഗബാധിതനാക്കി നിന്നെ ക്ഷീണിപ്പിച്ച് ഒരു നിലയിലും നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇന്ന് പകൽക്കാലം നീ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചന ശക്തിയോടെ പറയുന്നു,
ഒരു ദൈവം ജീവിതത്തിൽ, സഹോദരി നിന്റെ ജീവിതത്തിൽ, മാതാവേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ പോകുകയാ. ഇന്ന് പാലക്കാട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ ഇറങ്ങുവാൻ പോകുകയാ. ഇന്ന് പാലക്കാട് സഹോദരൻ വഴി തുറക്കുവാൻ പോകുകയാ. പ്രതിബന്ധങ്ങൾ മാറുവാൻ പോകുകയാ. വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഇന്ന് പാലക്കാട് വഴി മാറി ഒഴുകുവാൻ പോകുകയാ. നീ എന്ത് ചെയ്യണം? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിന്റെ സ്ഥലം ഒന്ന് വിടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാലക്കാട് സകല പാപത്തോടും സകല ലോകമോഹത്തോടും നിന്റെ എല്ലാവിധമായ ന്യായമായ നാമധേയമായ ആരാധനയുടെയും അതേ ഹല്ലേലൂയ അതേ എല്ലാ അവസ്ഥകളെയും ഒന്ന് വിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് പാലക്കാലം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഈ പെട്ടകമാകുന്ന സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന, ലോകത്തിന്റെ സമാധാനമാകുന്ന, ലോകത്തിന്റെ ഹല്ലേലൂയ ശക്തിയാകുന്ന ഈ കർത്താവിനെ നിനക്ക് അനുധാവനം ചെയ്യുവാൻ, ഇവന്റെ പിന്നാലെ പോകുവാൻ കഴിഞ്ഞാൽ നീ ആയിരിക്കുന്നതിന്റെ ചില സ്വഭാവത്തിന്റെ ഗുണങ്ങൾ, നിന്റെ ചില സ്വഭാവത്തിന്റെ അവസ്ഥകൾ, നിന്റെ ക്രോധം വിട്ട്, നിന്റെ കോപം വിട്ട്, നിന്റെ ശാഠ്യം വിട്ട്, നിന്റെ അന്യാരാധന വിട്ട് ഇന്ന് പാലക്കല സത്യാരാധനയ്ക്കായി സത്യദൈവത്തെ ആരാധിക്കുക സത്യാന്വേഷിയായി ഇന്ന് പാലക്കല പ്രിയ സഹോദര ഈ കർത്താവിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാ. അവന്റെ സന്നിധി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ, നിന്നെ തന്നെ ഏൽപ്പിക്കുവാൻ നീ തയ്യാറായി. അവന്റെ പിന്നാലെ ഇന്ന് പാലക്കാലം നിനക്ക് പിന്തുടരുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നല്ല വാക്യം, അങ്ങനെ എന്ത് ചെയ്യും? എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ നോക്കണമേ, അങ്ങനെ നിങ്ങളുടെ പോകേണ്ടുന്ന സ്ഥലം വിട്ട്, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ വിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് ഈ പെട്ടകത്തെ നിങ്ങൾക്ക് അനുധാവനം ചെയ്യുവാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറയുക, സ്തോത്രം, യോശുവ പറയുക, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി, ഹല്ലേലൂയ, വഴി അറിയാതെ, വഴി കാണുവാൻ കഴിയാതെ, ജീവിതത്തിൽ പരാജയം മാത്രം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് എത്ര പോവാൻ ശ്രമിച്ചിട്ടും, എത്ര മുൻപോട്ട് ഹല്ലേലൂയ ഗമിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അതെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ, എങ്ങനെ എന്റെ ജീവിതം മുൻപോട്ട് നയിക്കും, എങ്ങനെ എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഞാൻ ചെയ്യും, എങ്ങനെ എന്റെ ഒരു ഭവനം ഞാൻ പണിയും, എങ്ങനെ എന്റെ കടഭാരങ്ങളൊന്ന് മാറിക്കിട്ടും, എങ്ങനെ എനിക്ക് ലഭിക്കണം, നന്മ ലഭിക്കും എന്ന് നീ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ എന്റെ രോഗമൊന്ന് മാറും. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധിയിലായിരിക്കും ദൈവമൈതലേ. ഇന്ന് പാലക്കാലം ദൈവം പറയുകയാ, നീ ഭാരപ്പെടേണ്ട, നീ പോകുവാനുള്ള വഴി നീ അന്വേഷിക്കണ്ട, നീ പോകുവാനുള്ള വഴി നീ കണ്ടെത്തണ്ട, നീ പോകുവാനുള്ള വഴി നിനക്ക് വേണ്ടി കാട്ടിത്തരുന്നൊരു ദൈവം. Glory, hallelujah. ജീവിതത്തിന്റെ സ്ഥിതി ദൈവം മാറ്റുവാൻ പോകുക, ജീവിതത്തിന്റെ അവസ്ഥ ദൈവം മാറ്റുവാൻ പോകുക. വിശ്വസിക്കുക, ഇന്ന് പല ദൈവാത്മ നിന്നോട് ഇടപെടുകയാ. നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് നീ ആയിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ തകർച്ച അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിന്റെ ഭാരം അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ്, നിന്റെ നിരാശ അറിഞ്ഞ്, Glory, hallelujah. ദൈവകൃപ വ്യാപരിക്കട്ടെ. ഒരു വലിയ പരിശുദ്ധ സാന്നിധ്യം ഭവനത്തിൽ കാണുകയാണ്. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഭവനത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ ദൈവത്തിന്റെ ദൈവ പ്രവൃത്തി, ഒരു ദൈവിക വിടുതൽ, ഒരു ദൈവിക സാന്നിധ്യം എന്റെ ആത്മീയ കണ്ണാൽ ഞാൻ കാണുന്നു. വിശ്വസിക്കുക. ഗ്ലോറി, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാൻ പോകുക. നീ വഴി കാണുവാൻ, വഴി അറിയുവാൻ. അതെ, ഹല്ലേലൂയ. എങ്ങനെ ഞാൻ ഈ ദേശത്ത് വന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നു, എന്റെ കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? എന്റെ നിന്റെ കുഞ്ഞിനെ ഓർത്ത്, അവന്റെ രോഗത്തെ ഓർത്ത്, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ ഓർത്ത്, അവന്റെ ചിന്താമണ്ഡലങ്ങളെ ഓർത്ത്, അവന്റെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, ദൈവാത്മാ നിന്നെ കാണുന്നു. ദൈവം നിനക്ക് വേണ്ടി വഴി കാണിക്കുവാൻ പോകുക. നിന്റെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അവൾക്ക് നല്ല ഭാവി കാണുവാൻ, അവൾക്കൊരു നല്ല വിവാഹം നടക്കുവാൻ, അവൾക്കൊരു നല്ല ജോലി അത് ലഭിക്കപ്പെടുവാൻ, അത് നീ ഭാരപ്പെട്ടുകൊണ്ട് ചില പ്രതികൂല ശക്തികൾ വെല്ലുവിളി പോലെ നിന്റെ മുന്നിൽ തടങ്കലായി നിന്നുകൊണ്ട് നിനക്കെതിരിട്ടുകൊണ്ട് നിന്നെ നന്മരായിപ്പാൻ കഴിയാതെ, നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന നിനക്കൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില ഒഴുക്കുകൾ, ചില വൻ ശക്തികൾ ഇന്ന് പാലക്കാലം വഴിമാറുവാൻ പോകുക. വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ വിടുതൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവം വഴി തുറക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ ശക്തി, ദൈവത്തിന്റെ വലിയ വിടുതൽ ഞാൻ ആത്മീയ കണ്ണാൽ കാണുകയാണ്. ഇന്ന് പാലക്കാൽ ഞാൻ അനുഭവിച്ചറിയുകയാണ്.
വചനം ഏറ്റെടുക്കുന്ന, വചനം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങുവാൻ പോകുക. യെസ്, ദൈവം പറയുക, അല്ല ഇതിനെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ നിനക്കെതിരെ നിൽക്കുന്ന കൊയ്ത്ത് കാലമൊക്കെ ആകുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, യെസ്, അല്ലേല് വഴി മാറുവാൻ പോകുക. അങ്ങനെ നീ പോകേണ്ടുന്ന വഴി അറിയും മുൻപ്. ഈ വഴി നീ പോയിട്ടില്ലല്ലോ. യെസ്, നിന്നെ മുൻപോട്ട് വിടാൻ കഴിയാതെ വണ്ണം എതിരിട്ട് നിൽക്കുന്ന ചില പ്രതികൂല ശക്തികളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പൈതലെ നീ പോകാത്ത ചില മണ്ഡലങ്ങളിലേക്ക്, നീ പോകാത്ത ചില മേഖലയിലേക്ക്, നാളിതുവരെ നീ സഞ്ചരിക്കാത്ത, നീ എത്തപ്പെടാത്ത, നീ അനുഭവിച്ചിട്ടില്ലാത്ത ചില നന്മയുടെ അനുഭവത്തിലേക്ക്, ചില നന്മയുടെ വഴിയിലേക്ക് എന്റെ ദൈവം നിന്നെ നടത്തുവാൻ പോകുക. വിശ്വസിക്കുക, അങ്ങനെ നീ പോകേണ്ടത് വഴി അറിയും. ഈ വഴി നീ മുൻപ് പോയിട്ടില്ലല്ലോ. Praise the Lord. 11-ാം വാക്യം വായിക്കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇതാ സർവ്വഭൂമിയുടെയും നാഥനാകുന്ന യഹോവയുടെ നിയമപ്പെട്ടകം. ദൈവത്താൽ ഹല്ലേലൂയ വിളിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്താൽ ഹല്ലേലൂയ പുറപ്പെട്ട ദൈവം ഇതിനെ ദൈവത്തിന്റെ പദ്ധതി നിന്നിലുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം നിന്നിൽ നിവർത്തിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നീ പോകാത്ത വഴിയിലൂടെ, മുൻപ് പോയിട്ടുള്ള ചില മണ്ഡലങ്ങളിലൂടെ തലമുറകളുടെ വഴി തുറക്കുവാൻ പോകുക. നിന്റെ ബിസിനസിനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തുവാൻ പോകുക. നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളെ എന്റെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തുവാൻ പോകുക. നിന്റെ കടഭാരങ്ങൾ മാറുവാൻ പോകുക. നിന്റെ രോഗബന്ധനങ്ങൾ ഇന്ന് പാലക്കാലം യേശുവിൻ നാമത്തിൽ ചില പുതിയ തലങ്ങളിലേക്ക്, ചില പുതിയ മണ്ഡലങ്ങളിലേക്ക്, ചില പുതിയ മേഖലയിലേക്ക് ദൈവം നിന്റെ സ്ഥിതിയെ, നിന്റെ അവസ്ഥയെ എന്റെ ദൈവം മാറ്റുവാൻ പോകുക. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ദൈവപ്രവൃത്തി കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുക, നിന്റെ തലമുറയിൽ ഇറങ്ങിയിരിക്കുക. ഓ ഹല്ലെ, തലമുറ ഓർത്ത് നീ എന്തിനാൽ ഭാരപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിരാശപ്പെട്ട് വേദന അനുഭവിച്ച് ദുഃഖത്തിലായിരിക്കും ദൈവവൈദ്യരെ, യഹോവയുടെ കരം നിന്നെ തേടി വന്നിരിക്കുക. യഹോവയുടെ കരം നിന്നെ തൊടുവാൻ പോകുക. നിന്റെ തലമുറയെ തൊടുവാൻ പോകുക. നിന്റെ കടഭാരങ്ങൾ മാറുവാൻ പോകുക. ബ്രേക്കായി നിൽക്കുന്ന ചില നന്മകൾ, ദൈവം പറയുന്നു, ബ്രേക്കായി നിൽക്കുന്ന ചില നന്മകൾ, തടയപ്പെട്ട ചില നന്മകൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ചില വഴികൾ ദൈവം തുറക്കുവാൻ പോകുക. തടയപ്പെട്ട ചില നന്മകൾ, ചില പേയ്മെന്റുകൾ, അല്ല ചില നന്മയുടെ വഴികൾ, അടയപ്പെട്ട ചില വഴികൾ ദൈവം തുറക്കുവാൻ പോകുക. വിശ്വസിക്കുക. ഭാവിക്ക് തലമുറയ്ക്ക് വേണ്ടി ഭാവി തുറക്കുവാൻ പോകുക. നിന്റെ ഔദ്യോഗിക നിശ്ചയമേൽ ദൈവം തന്നെ പുതുവഴികൾ തുറക്കുവാൻ പോകുക. നീ പോയിട്ടില്ലാത്ത കണ്ടിട്ട് ചില അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ പോകുക. വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. നീ അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗക്കെട്ടുകൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഓ ഹല്ലെ, ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയട്ടെ. വഴികൾ തുറക്കുക. തലമുറയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവപ്രവർത്തനം കുറിച്ച് ജീവിതത്തിൽ വെളിപ്പെടണം. നന്മയുടെ വഴി ഒരുക്കണം. നീ മാനിക്കണം. യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതോട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവമക്കളെ, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയെ സഹായിക്കണമെന്ന് എപ്പിസോഡിൽ പ്രോത്സാഹനം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹായമില്ലാതെ ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് മുൻപോട്ട് വൈകിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവമക്കൾ ആത്മാർത്ഥമായി സഹകരിക്കുക. വിടുതൽ പ്രാപിക്കുന്നവർ നിങ്ങളുടെ നന്മയുടെ ഒരു ഓഹരി ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ വേർതിരിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ വിളിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ ആത്മാർത്ഥമായി നിങ്ങൾ ഇപ്പോൾ 24 മണിക്കൂർ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ വിളിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. താഴെ വിലാസത്തിൽ നിങ്ങളുടെ സ്തോത്ര പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം സമൃദ്ധിയായ സ്വർഗീയ കലവർന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം എന്നുള്ള അതേ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.